പവിത്രം സീരിയലിന്റെ 32ാമത്തെ എപ്പിസോഡാണ്. സ്കൂളിലെ ഗൗരിമോളുടെ ക്ലാസ്സിൽ ടീച്ചർ ക്ലാസ് എടുക്കാട്ടോ. വിക്രം അപ്പൊ ഫുഡായിട്ട് വരും. ഗൗരി ചെല്ലേ. ഗൗരി അറിയും എനിക്ക് വേണ്ട ടീച്ചർ. ടീച്ചർ അറിയും എന്റെ ക്ലാസ്സിൽ ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റില്ല. ചെല്ലേ. ഗൗരി വിക്രം എങ്ങനെ നോക്കും. വിക്രമും ഗൗരിയെ നോക്കി ചിരിക്കും. അങ്ങനെ ടീച്ചർ നിർബന്ധിച്ച് പറയുമ്പോ ഗൗരി അടുത്ത് എണീറ്റ് പോവാം. വാ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോവാട്ടോ വിക്രം. മോള് പറയും ചെമ്പുകൻ എന്നോട് മിണ്ടണ്ട. വിക്രം പറയും ഓ ആയിക്കോട്ടെ, എന്നാലും എന്നോട് മിണ്ടണ്ട, ഭക്ഷണം കഴിക്കാലോ. നമുക്ക് ആ മരത്തണല് പോയിരുന്നാലോ. അങ്ങനെ ആവുമ്പോ ചോട്ടാ കടകൻ കാട്ടിലെ മരത്തിന്റെ ചോട്ടിലിരുന്ന് ലഡു കഴിക്കുന്നത് പോലെ കഴിക്കാം. കുട്ടിക്കും ചെമ്പുകനെതിനെ ചോട്ടാ കടകന്റെ കാർട്ടൂൺ കണ്ടിട്ടുണ്ടോ? വിക്രം പറയും ചോട്ടാ കടകന്റെ കൂടെ നടക്കുമ്പോ പിന്നെ കാണാതിരിക്കാൻ പറ്റുമോ? അത് കേൾക്കുമ്പോ കുട്ടി ചിരിച്ചുകൊണ്ട് നടക്കുക. അങ്ങനെ രണ്ടാളും മരത്തിന്റെ ചോട്ടിൽ വന്നിരിക്കും. എന്താ ഭക്ഷണം? വിക്രം കൊണ്ടുവന്ന പാക്കറ്റ് ബാക്കോട്ട് വെച്ചിട്ട് ചപ്പാത്തി എടുക്കുമ്പോ അയ്യേ ചപ്പാത്തി എനിക്കിഷ്ടമല്ല. വിക്രം പറയും അത് പറഞ്ഞാൽ പറ്റില്ല, ഇത് കഴിച്ചാൽ പറ്റുമോ? ഗൗരി പറയും എന്റെ അച്ഛൻ പറഞ്ഞ പോലും ഞാൻ കഴിക്കില്ല. വിക്രം പറയും എന്നാ ഞാൻ പറഞ്ഞാൽ കഴിക്കും. ഗൗരി പറയും ചെമ്പുകൻ പറഞ്ഞാൽ ഒട്ടും കഴിക്കില്ല. പക്ഷെ ചെമ്പുകന്റെ കയ്യില് ഒരു സാധനം ഉണ്ട്, അത് പുരട്ടിയാ ഉറപ്പായും കഴിക്കും. ഗൗരി പറയും നോണയാ, ചോട്ടാക്കിടകൻ അറിയാത്ത ഒരു കാര്യവും ചെമ്പുകന്റെ കയ്യിലില്ല, കാണിച്ചെന്നാ കഴിക്കോ? ഗൗരി പറയും ആദ്യം കാണിച്ചാ, ആദ്യം സത്യം ചെയ്യ്. ഗൗരി ആലോചിക്കും അച്ഛനെ പിടിച്ച് സത്യം ചെയ്യണം. അപ്പൊ ഗൗരി പറയും വെറുതെ സത്യം ചെയ്താൽ തല പൊട്ടിത്തെറിക്കും, എങ്കിൽ പിന്നെ എന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യും. അപ്പോഴും ഗൗരി ഒന്ന് ആലോചിക്കും. എന്നിട്ടാണ് വിക്രമിന്റെ തലയിൽ തൊടുന്നത്. ചെമ്പൂക്കനാണ് എന്റെ അച്ഛനാണേ സത്യം. അതിൽ വിക്രം ടണ്ടനാൻ എന്ന് പറഞ്ഞ ഐസ്ക്രീം എടുക്കും. ഹായ് ഐസ്ക്രീം താ. വിക്രം പറയും ഇത് അങ്ങനെ തരില്ല, ചപ്പാത്തിയിൽ പുരട്ടി തരും. അങ്ങനെ 2 ചപ്പാത്തി കഴിക്കണം, എന്നിട്ട് ബാക്കി കഴിക്കാം. അപ്പൊ ഗൗരി പറയും ഞാൻ അങ്ങനെ ചപ്പാത്തി കൂട്ടി കഴിച്ചിട്ടില്ല. വിക്രം പറയും നല്ല സ്വാദാ, കഴിച്ചു നോക്ക്. അങ്ങനെ വിക്രം ചപ്പാത്തിയിലെ ഐസ്ക്രീം ഒക്കെ പുരട്ടോ. ഇതെല്ലാം ക്ലാസ് ടീച്ചർ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ടേ. ദാ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഗൗരിമോള് വാങ്ങിക്കും. കഴിച്ചിട്ട് എങ്ങനെയുണ്ട് ചോദിക്കുമ്പോ നല്ല സ്വാദ്, കൊള്ളാം, എങ്കിൽ കഴിച്ചോ. അങ്ങനെ അച്ഛൻ മോളെ കൊണ്ട് നിർബന്ധിച്ച് സ്നേഹത്തോടെ ഭക്ഷണം കൊടുക്കാട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രം ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ മാഷിന്റെ അടുത്ത് കാര്യം വന്ന് നോക്കുമ്പോ മാഷ് പറയും രാവിലെ പറഞ്ഞല്ലോ അരവിന്ദന് കുഴപ്പമൊന്നുമില്ല, കുറച്ച് ചോര പോയിന്നേ ഉള്ളൂ. ഇവിടെ വന്ന് സ്കാനിങ്ങും എല്ലാം കഴിഞ്ഞു, കുഴപ്പമൊന്നുമില്ല, 2 സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. അപ്പൊ തന്നെ ഡിസ്ചാർജ് ചെയ്യായിരുന്നു, അപ്പോഴല്ലേ ആമി വീണത്. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോ നഴ്സ് വന്നിട്ട് ആമിയുടെ ആരാ ഉള്ളതെന്ന് ചോദിക്കും. മാഷ് പറയും അച്ഛൻ മരുന്ന് വാങ്ങിക്കാൻ പോയതാണ്, ഞങ്ങൾ കൂടെ ഉള്ളവരാ. സിസ്റ്റർ പറയും കുഴപ്പമൊന്നുമില്ല, ബോധം വീണിട്ടുണ്ടെന്ന് പറയാനായിരുന്നു. വിക്രം പറയും ഓക്കെ, ഞാനെന്നാ ഒന്ന് കണ്ടിട്ട് വരാന്ന് പറഞ്ഞ് വിക്രം റൂമിലേക്ക് ചെല്ലുക. ആമി. അപ്പോ ആമി എണീക്കും. അല്ല അച്ഛനൊരു കുഴപ്പമില്ല, അച്ഛൻ തനിക്ക് മരുന്ന് വാങ്ങിക്കാൻ പോയതാ. ഇതിപ്പോ കുറുന്തോട്ടിക്ക് വാ എന്ന് പറഞ്ഞ പോലെ ആയല്ലോ. അച്ഛനൊരു അസുഖം വന്നപ്പോ കൂടെ നിന്ന് എല്ലാ കാര്യവും നോക്കണ്ട നേഴ്സ് ഇങ്ങനെ വീണു പോയല്ലോ, പേടിച്ചു പോയോ? ആമി പറയും ഇരിക്കി. വിക്രം അവിടെ ഇരിക്കുമ്പോ ആമി കണ്ണെടുക്കാതെ നോക്കാട്ടോ. എന്തേലും വേണോ? ആമി പറയും അപ്പൊ ആമി ഇങ്ങനെ കൈ നീട്ടും. വിക്രം അത് കാണുമ്പോ തന്നെ എണീക്കൂട്ടോ. ഇരിക്കി. വിക്രം കുറച്ച് നീങ്ങിയിരിക്കുമ്പോ ആമി വയ്ക്കും എന്നോട് സംസാരിക്കാൻ പേടിയുണ്ടോ? അങ്ങനെ ആമി എന്നെ വിക്രമിന്റെ കൈ മുറുകെ പിടിച്ചിട്ടറിയും ഞാൻ പറഞ്ഞില്ലേ ഇത് വേലിയിറക്കത്തിന്റെ സമയമാണ്, ഈ സമയത്ത് എനിക്ക് അധികാരോട് സംസാരിക്കാൻ ഇഷ്ടമല്ല, അധികം അടുത്ത ആൾക്കാരോട് മാത്രം. എല്ലാവരും ആരെങ്കിലും മിണ്ടാൻ വരുന്നത് പോലും ഇഷ്ടമല്ല. ഇപ്പൊ ആ കൂട്ടത്തില് വിക്രമും ഉണ്ടെന്ന് തോന്നുന്നു. എന്റെ അടുത്ത് അല്പസമയം ഇരിക്കുവോ? അപ്പോഴായിരിക്കും അങ്ങോട്ട് അരവിന്ദേട്ടൻ വരുന്നത്. ഇവരിങ്ങനെ കൈ പിടിച്ച് നിൽക്കുന്ന കാണുമ്പോ അരവിന്ദേട്ടൻ മരുന്നവിടെ വെച്ച് പുറത്തേക്ക് പോട്ടോ. വിക്രം പറയും ഞാൻ മാത്രമല്ല അച്ഛനും കൂടെ ഉണ്ട്, നിങ്ങളുടെ 2 പേരുടെ എന്ത് കാര്യവും ഞങ്ങളോട് പറയാം. ആമയൊന്നും പറയാതെ മേലേക്ക് ഇങ്ങനെ നോക്കി കിടക്ക. വിക്രമിനെ വല്ലാത്ത വിഷമം തോന്നണേ. അങ്ങനെ അരവിന്ദേട്ടൻ മാഷിന്റെ അടുത്ത് വന്നിട്ട് പറയും ഞാനിങ്ങോട്ട് പോന്നു, അവര് സംസാരിക്കട്ടെ, ചിലപ്പോ അവൾക്ക് അതാണ് ആശ്വാസമെങ്കിലോ. മാഷിന്റെ മുഖം മാറുന്നുണ്ട്. ഞാൻ എന്തായാലും ഡോക്ടറെ കണ്ടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് അരവിന്ദേട്ടൻ പോകുമ്പോൾ മാഷ് വരാമെന്ന് പറയുന്നുണ്ടെങ്കിലും വേണ്ടെന്ന് പറഞ്ഞിട്ട് അരവിന്ദൻ പോകും. മാഷിങ്ങനെ പഴയ കാര്യങ്ങൾ, അതായത് വേദ വന്നതുകൊണ്ടാണ് വിക്രമിന്റെ ജീവിതം ഇങ്ങനെ മാറിയത്, അതേക്കുറിച്ചൊക്കെ ആലോചിക്കുകയാണ്. നീ വന്നതിന് ശേഷമാണ് വിക്രമിന് ഇത്രയും മാറ്റം വന്നത്, പഴയ കാലത്തിലേക്ക് പോകാതിരിക്കാൻ നീ നോക്കണം എന്ന് മാഷ് പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കും. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് സ്കൂളിൽ ടീച്ചർ ക്ലാസ് എടുക്കണേ. അങ്ങനെ ടീച്ചർ പറയും പറഞ്ഞത് ഓർമ്മയില്ലേ, നാളെ വരുമ്പോൾ 5 കൊമ്പുള്ള മൃഗങ്ങളുടെ പേര് പഠിച്ചുകൊണ്ട് വരണം. അങ്ങനെ പറഞ്ഞാണ് ആ ക്ലാസ് കഴിയുന്നത് കേട്ടോ. അങ്ങനെ ഗൗരി ബസ്സിൽ കയറാൻ തുടങ്ങുമ്പോൾ ഫ്രണ്ട് പറയും എടി ഗൗരി ബോഡി ഗാർഡിനെ കാണുന്നില്ലല്ലോ. ഗൗരി ചുറ്റും നോക്കും. ഞാനിപ്പോൾ വരാവേ എന്ന് പറഞ്ഞ് ടീച്ചറുടെ അടുത്തേക്ക് പോവാം. ഞാൻ വണ്ടി കയറി ഇരുന്നോട്ടെ എന്ന് വയ്ക്കും. ടീച്ചർ പറയും അതിനെന്താ കയറിയിരുന്നോ? അങ്ങനെ ആയയോട് ചോദിക്കുമ്പോൾ ആയയും പറയും കയറിയിരുന്നോന്ന്. അങ്ങനെ ആയ നോക്കുമ്പോൾ ഗൗരി ബസ്സിലേക്ക് കയറുക. എന്നാൽ വേറെ കുട്ടികളെ ആയ കയറ്റുന്ന സമയത്ത് ഗൗരി ബസ്സിന്റെ പുറത്തേക്ക് ഇറങ്ങി പോകും. അത് വേറെ ആരും കണ്ടിട്ടില്ല കേട്ടോ. എന്നിട്ട് ആ സ്കൂളിന്റെ പില്ലോടെ ബാക്കിൽ പോയി നിൽക്കുകയാണേ. ഈ സമയത്തായിരിക്കും വിക്രം അങ്ങോട്ട് വരുന്നത്. സ്കൂൾ ബസ് പോവുകയും ചെയ്യും. വിക്രം ഇത് കാണുമ്പോ സ്കൂളിലേക്ക് നോക്കാതെ സ്കൂൾ ബസ്സിന് പിറകെ പോവാട്ടോ. ഇത് കണ്ട് ഗൗരി പൊട്ടിച്ചിരിക്കും.
അതിനുശേഷം ഗൗരിമോൾ അവിടുത്തെ ഗാർഡനിലൊക്കെ പോയിട്ട് പൂക്കളുടെ ഇടയിൽ കൂടെ നടക്കാട്ടോ. ഒരു തുമ്പിയെ കാണുമ്പോഴും പൂമ്പാറ്റേനെ കാണുമ്പോഴൊക്കെ അതിനെ പിടിക്കാനായിട്ട് ശ്രമിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഗൗരി അവിടെ അങ്ങനെ നടക്കാണ്. ഇതേ സമയം സ്കൂൾ ബസ് വീട്ടിലെത്താറായിട്ടോ. അടുത്ത സ്റ്റോപ്പാണ്. ഒരു കുട്ടീനെ ഇറക്കി കഴിയുമ്പോ തന്നെ അവിടുത്തെ ആയ പറയും കളിച്ചത് മതി, ഗൗരിമോളുടെ വീട്. അല്ല ഗൗരിയുടെ? ഗൗരി ഇല്ല ടീച്ചറെ, ഇന്ന് നമ്മുടെ വണ്ടി കയറിയില്ല. ഇത് കേൾക്കുന്ന ആയ പേടിച്ചോ. അതെന്താ അപ്പൊ പറയാത്തത്? ബസ്സിലുള്ള കുട്ടികൾ പറയും ടീച്ചറോട് പറഞ്ഞെന്ന് കരുതി, ഞങ്ങളോട് പറഞ്ഞത് ബൈക്ക് പോകുന്ന. അപ്പൊ ആയ പറയും ഈശ്വര, ആ കുട്ടി എന്നോട് പറഞ്ഞത് വണ്ടി കയറി ഇരിക്കുന്നാണല്ലോ. അങ്ങനെ വണ്ടി നിർത്തി കാണുമ്പോ വിക്രമും വണ്ടിയുടെ അടുത്തേക്ക് ചെല്ലും. അപ്പോഴേക്ക് സേതുവമ്മയും വരും കേട്ടോ. മോളെവിടെ? ആയ പറയും മോള് വണ്ടിയിലില്ല. വണ്ടിയിലില്ലെന്നോ? സേതുവമ്മ ദേഷ്യപ്പെടും. ആ മേഡം, മോള് വണ്ടി കയറിയില്ലെന്ന് ഇപ്പോഴാ അറിയുന്നത്. അത് ശരി, ഏതൊക്കെ കുട്ടികളെ കേറുന്നില്ല എന്നൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാറില്ലേ? മാഡം, ഗൗരി ഇയാളുടെ കൂടെ ബൈക്കിൽ വരുന്ന കുട്ടികളോട് പറഞ്ഞത്. അത് കേൾക്കുമ്പോ വിക്രം ഞെട്ടും. സേതുവമ്മയ്ക്കും ആരോട്? നിങ്ങളോട് പറഞ്ഞോ? അപ്പൊ അവര് പറയും കുട്ടികളോട്. വണ്ടി വിടുന്നതിന് മുന്നേ മുഴുവൻ കുട്ടികളും കയറിയെന്ന് നിങ്ങൾ പരിശോധിക്കത്തില്ലേ? മാഡം, അത് വിക്രം പറയും ഷടാ, ഇതിപ്പോ മോളിപ്പോ എവിടെ പോയി കാണും? അതിൽ സേതുവമ്മയ്ക്കും അത് എന്നോടാണോ ചോദിക്കുന്നേ? ബൈക്ക് പോകുന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് കുട്ടിയുടെ എവിടെ എന്ന് വിക്രത്തോട് വയ്ക്കുമ്പോ വിക്രം പറയും അത് പിന്നെ മാഡം. അങ്ങനെ ബഹളൊക്കെ കേട്ട് അവിടുത്തെ സെർവന്റ് വരും. എന്താ വണ്ടി എടുക്കടോ എന്ന് പറഞ്ഞ അവര് വേഗം സ്കൂളിലേക്ക് പോകാൻ തുടങ്ങുക. വിക്രമും പോട്ടോ. അങ്ങനെ സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ ഗേറ്റ് അടച്ചിട്ടുണ്ടാവും. സെക്യൂരിറ്റിയെ വിളിച്ചിട്ട് വിക്രം ചോദിക്കും ഗൗരിമോൾ ഏത് വണ്ടിയിലാ പോയത്? അറിയില്ല സാറേ, കുട്ടികളൊക്കെ അവരവരുടെ വണ്ടിയിൽ കയറിയാണല്ലോ പോയത്. വിക്രം പറയും താൻ ഈ ഗേറ്റ് തുറന്നേ. ഉള്ളിൽ എവിടെയെങ്കിലും ക്ലാസ് റൂമിൽ പെട്ട് കിടക്കുന്നുണ്ടോ ആവോ? സേതുമ്മ പറയുമ്പോ ഇല്ല മാഡം, ക്ലാസ് റൂം ഒക്കെ നോക്കിയാ പൂട്ടിയത്. വിക്രമിന് അങ്ങ് ദേഷ്യം വരും. താൻ ഗേറ്റ് തുറക്കടോ. അങ്ങനെ ഗേറ്റ് തുറക്കുന്നതും ഗൗരി എന്ന് വിളിച്ചുകൊണ്ട് എല്ലാരും ഓടി നടന്ന് നോക്കാട്ടോ. മോളെ ഗൗരി, അച്ഛമ്മയെ വിളിക്കുന്നേ എന്ന് പറഞ്ഞ് സേതുമ്മ ക്ലാസ് റൂമുകളിലൊക്കെ കയറി ഇറങ്ങാട്ടോ. ഗൗരി ആണെങ്കിൽ വേറെ ഏതോ സൈഡിലൂടെ ഓടുന്നുണ്ട്. എന്നിട്ടൊരു മരത്തിന്റെ ബാക്കിൽ പോയി ഒളിച്ചു നിൽക്കുക. വിക്രമും സെക്യൂരിറ്റിയും വേറെ ക്ലാസ് റൂമിൽ നോക്കുന്നുണ്ടേ. അങ്ങനെ എല്ലായിടത്തും നോക്കി ഒറ്റ ക്ലാസ് റൂമിലും ഇല്ല കേട്ടോ. അവരെല്ലാവരും പുറത്തേക്ക് വരും. സേതുമ്മ പറയും ഈ ബസ് കാത്തു നിന്നപ്പോ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയോന്നാ. താൻ എവിടെ നോക്കി നിൽക്കായിരുന്നു? ക്ലാസ് കഴിയുന്നത് വരെ അവിടെ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് താൻ ആർക്ക് വായ ഗുളിക വാങ്ങിക്കാൻ പോയതായിരുന്നോ? അങ്ങനെ വിക്രമിനെ ചീത്ത പറയുമ്പോ ഉണ്ടാവും ഗൗരിമോൾ ചിരിക്കുന്ന ശബ്ദം ഇവർ കേൾക്കുന്നത്. ചമ്പുകന് ചീത്ത വിളി കേട്ടേ എന്ന് പറഞ്ഞ് തുള്ളി കളിക്കാ. ഇവരെല്ലാം മോളുടെ അടുത്തേക്ക് ഓടി വരും. വിക്രം പറയും നീ പേടിപ്പിച്ചു കളഞ്ഞല്ലോ മോളെ. പേടിപ്പിക്കാൻ തന്നെയാ ചെയ്തത്. അതിൽ സേതുമ്മ വന്നിട്ട് വാടി ഇവിടെ, നീ എന്ത് പണിയാ കാണിച്ചത്? എന്താ വണ്ടി കയറാഞ്ഞത് എന്ന് പറഞ്ഞ് ചീത്ത പറയുമ്പോ വിക്രം പറയും പാവം മോളെ ചീത്ത പറയില്ല, താൻ ആ സ്ഥാനത്ത് നിന്നാ മതി. താൻ ആരാ ചോദിക്കാൻ? ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങള് ചീത്ത പറഞ്ഞിരിക്കും, അടിച്ചെന്നിരിക്കും. താൻ ആരാ ചോദിക്കാൻ? ഞങ്ങളുടെ കുട്ടിയെ നോക്കേണ്ട സമയത്ത് കണ്ടെടുത്ത് തെണ്ടി നടന്നിട്ട് ഇപ്പോ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. മാറി നിൽക്കങ്ങോട്ട്. ഗൗരിമോൾ ചിരിക്കുമ്പോ സേതുമ്മ വയ്ക്കും എന്താടി ഇത്ര ചിരിക്കാൻ? നിന്റെ നന്ദ വരട്ടെ, ഇതിനുള്ളത് ഞാൻ വാങ്ങിച്ചു തരുന്നുണ്ട്. നടക്കങ്ങോട്ട് വരാൻ. സെർവന്റും ചലോ എന്ന് പറയുമ്പോ ഗൗരിമോള് സെർവന്റിന്റെ അടുത്ത് പറയും ശുഭ്രഹോ, അനുസരണയില്ലാത്ത കൊച്ച്, മുതിർന്നവരോട് മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പൊ ഗൗരി പറയും ചോട്ടക്കടകല്ലേ രാക്ഷസനായത്, കണ്ടേശകർണൻ. അച്ഛമ്മ രാക്ഷസിയാ, നിർവാണി മുത്തി. വിക്രമിന് ചിരി വരും. സേതുമ്മയ്ക്കും ദേ അടിച്ചു പൊട്ടിക്കും ഞാൻ. ഇത് കേൾക്കുന്ന ഗൗരിമോൾക്ക് അറിയാൻ തുടങ്ങുമ്പോ വിക്രം പറയും മതി, വീട്ടിൽ കൊണ്ടുപോയിട്ട് വേണം ശാസിക്കാനും ശിക്ഷിക്കാനും ഒക്കെ, അല്ലാതെ ഇങ്ങനെ പബ്ലിക് സ്പേസിൽ വെച്ചിട്ടല്ല. വാ മോളെ ചമ്പൂക്കം കൊണ്ടാക്കാം എന്ന് പറഞ്ഞ് മോളുടെ കൈ പിടിക്കുമ്പോ മോള് കൈ തട്ടി മാറ്റി അവിടുന്ന് ഓടിപ്പോവാണേ. നിക്കവിടെ എന്ന് പറഞ്ഞ് എല്ലാരും പിന്നാലെ പോവും. ഗൗരി നേരെ കാറിലേക്ക് പോയി കയറട്ടോ. അങ്ങനെ എല്ലാരും സ്കൂളിൽ നിന്ന് തിരികെ വീട്ടിലേക്ക് തന്നെ പോവാ. വീട്ടിലെത്തി കഴിഞ്ഞാലേ സേതുമ്മ കാറിൽ നിന്ന് ഇറങ്ങിട്ട് പറയും ഇറങ്ങടി ഇങ്ങോട്ട്, നിന്റെ കളി ഇത്തിരി കൂടുന്നുണ്ട്, ഇന്ന് ഞാൻ ശരിയാക്കി തരാം. അഹങ്കാരം കാണിക്കുന്നതിനും കുറച്ച് ലിമിറ്റില്ലേ? വേണ്ടാന്ന് വെക്കും തോറും തലേ കയറി നിരങ്ങുവാ, അടിച്ച് തൊട പൊട്ടിക്കാ വേണ്ടത്. ഗൗരി നിർവാണിമുത്തി പൊയ്ക്കോ, വേണ്ട ഒന്നും തന്നാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് കൈ വാങ്ങുമ്പോ വിക്രം പറയും വേണ്ട ഒന്നും ചെയ്യണ്ട. അപ്പൊ സേതുമ്മയ്ക്കും താൻ ആരോടത് ചോദിക്കാം? കുട്ടിയെ നോക്കി നടക്കേണ്ട സമയത്ത് അവിടെ ഇവിടെ തെണ്ടി നടന്നിട്ട് ഇപ്പൊ വർത്താനം പറയാൻ വന്നിരിക്കുന്നു. ഞാൻ അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ വരെ പോയതാ, സ്കൂള് വിടുന്നതിന് മുന്നേ തിരിച്ചെത്താന്ന് കരുതി. എന്നിട്ട് എത്തിയില്ലല്ലോ. ഒരു 10 മിനിറ്റ് വൈകിപ്പോയി. ഞാൻ വേണമെങ്കിൽ ബൈക്കിൽ കൊണ്ടുവരാം. അയ്യോ വേണ്ടേ, എന്നിട്ട് വേണം അവള് ബൈക്കിൽ നിന്ന് ഉരുണ്ട് വീണ് അടുത്ത പ്രശ്നം ഉണ്ടാവാൻ. തരുൺ പറഞ്ഞ കാര്യം വൃത്തിയായി ചെയ്താൽ മതി, കൂടുതൽ സഹായം ഒന്നും വേണ്ട കേട്ടല്ലോ. ഓ ഞാനിനി എന്തെങ്കിലും ചെയ്തിട്ട് പരാതിയും പരിഭവം വേണ്ട, നിന്റെ അച്ഛൻ ഇങ്ങോട്ട് വരട്ടെ. ഇങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ, ഇത്തവണയെങ്കിലും നിനക്ക് നല്ല അടി വാങ്ങിച്ചു തന്നിട്ടേ ബാക്കി കാര്യമുള്ളൂ. അപ്പോഴും വിക്രം പറയും അതെ സാരമില്ല, ഇത്തവണത്തേക്ക് കൂടെ ഒന്ന് ക്ഷമിക്കുക. സേതുലക്ഷ്മി അപ്പോ മോളുടെ കയ്യിൽ നിന്ന് ബാഗ് പിടിച്ചു വലിച്ച് വാങ്ങിച്ചിട്ട് പറയും നടക്കങ്ങോട്ട്. കുട്ടി ബാഗ് കൊടുത്തിട്ട് പറയും ഞാനില്ല, നിർവാഹണി മുത്തി പൊയ്ക്കോ. അതില് സേതു പറയുതേ ഇനി ഒരു തവണ കൂടെ നീ നിർവാഹണി മുത്തി എന്ന് പറഞ്ഞ അടിച്ചു തന്നെ. അപ്പോഴേക്ക് വീണ്ടും കരയുമ്പോ വിക്രം പറയും സാരമില്ല കുട്ടിയല്ലേ. അപ്പൊ സേതുലക്ഷ്മി അറിയും ഞങ്ങളുടെ കുട്ടിയോട് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്ന് എനിക്കറിയാം, അത് പുറത്തുനിന്ന് വന്ന ആള് നോക്കണ്ട, പറഞ്ഞ കാര്യം മാത്രം നോക്കിയാൽ മതി കേട്ടല്ലോ. ലാളിച്ച് വഷളാക്കിയതിന്റെ കുഴപ്പാ എന്ന് പറഞ്ഞ് സേതുമ്മ അവിടുന്ന് പോകും. പിന്നാലെ ഹിന്ദിക്കാരനും. അങ്ങനെ അവര് പോയി കഴിഞ്ഞാൽ വിക്രം മോളെടുത്ത് പറയും ചോട്ടച്ചടകൻ ഇങ്ങനെ ചെയ്തത് എന്താണെന്ന് ചമ്പുകന് മനസ്സിലായി, എന്തിനാണെന്ന് പറയട്ടെ. ഗൗരി പറയും ചമ്പുകനെ പറ്റിക്കാനല്ലേ.
ഗൗരിമോള് പറയും എന്നിട്ട് പറ്റിച്ചില്ലേ? അപ്പോഴും ഗൗരി തലയാട്ടും. ആ ചോട്ടാച്ചടകൻ ഒളിച്ചു നിൽക്കുന്നത് അറിയാതെ ചെമ്പുകൻ കയറി പോയില്ലേ? അപ്പൊ ആരാ തോറ്റത്? ഗൗരി പറയും ചെമ്പുകൻ. പിന്നെന്തിനാ കരയുന്നത്? ചിരിക്കല്ലേ വേണ്ടത്. അപ്പൊ മോള് ചിരിക്കട്ടോ. ഇനി കരയാതെ പോയി പാല് കുടിക്ക്. അങ്ങനെ മോൾ അവിടുന്ന് ചിരിച്ചുകൊണ്ട് തുള്ളിച്ചാടി അകത്തേക്ക് പോകും. വിക്രം ഇങ്ങനെ മോളെ നോക്കി നിൽക്കുന്നിടത്താണ് ഈ ഭാഗം കഴിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്